ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് മിനിയാണ്. ഞാൻ ഇസ്രായേലിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. 9.5 വർഷമായി ഇപ്പോ. ഇവിടുത്തെ ആൾക്കാര് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു. ഇഷ്ടപ്പെട്ട ഫുഡ്, പലതരം ഫുഡുകള്, ഫ്രീ ടൈം ഒരുപാടുണ്ട്. ജോലി ചെയ്യാതെ കാശ് സമ്പാദിക്കാം. പിന്നെ ഒത്തിരി ഫ്രീ ടൈം ഉണ്ട്. അവര് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ടൂറ് പോകുന്നു, അടിച്ചു പൊളിച്ച് നടക്കുന്നു, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകുന്നു. അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങള് ഓരോരുത്തരും പറഞ്ഞിട്ട്, എന്നാ പിന്നെ ചുമ്മാ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നും പറഞ്ഞ് ഇസ്രായേലിലേക്ക് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നവർ കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോ എല്ലാവരോടും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങള്. അതെല്ലാവർക്കും അറിയാം. ഇപ്പോ എല്ലാവർക്കും അറിയാം, ഇപ്പോ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തൽക്കാലത്തേക്ക് യുദ്ധം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. മെന്റലി ഫിസിക്കലി സ്റ്റേൺ അല്ലാത്ത ആൾക്കാർ ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. കാരണം അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ജീവനെ ഒരുപാട് ബാധിക്കുന്ന തരത്തിലുള്ള ജോലികളാണ് ഉള്ളത് ഇവിടെ. വേറൊന്നും കൊണ്ട് പറയുന്നില്ല. നമ്മളെ നോക്കുന്ന നമ്മളുടെ ജോലി എന്ന് പറയുമ്പോൾ കെയർടേക്കർ ജോലിയാണ്. ഓക്കെ, കെയർടേക്കർ ജോലി എന്ന് പറയുമ്പം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പലർക്കും പലതരത്തിലാണ് ജോലികളുള്ളത്. ഇപ്പോ ചിലര് ആ ജോലിയിൽ നിന്ന് ജസ്റ്റ് ഒന്നൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെ ഇറങ്ങുമ്പോഴായിരിക്കും അവരൊരു വീഡിയോയോ ഒരു നല്ല പിക്കോ അല്ലെങ്കിൽ ഒരു നല്ല സൂപ്പർ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് ഒരു പിക്കൊക്കെ എടുത്തിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കില്, ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് നാട്ടിലിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല്, ഇതാ കണ്ടല്ലേ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് പൈസ അഞ്ഞ് മേടിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. അതുപോലെ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുന്നതായാലും. അങ്ങനെ ജീവിതം സ്വപ്നം കണ്ട് നാട്ടിൽ നിന്ന് ഉള്ള പൈസയൊക്കെ കടം മേടിച്ച് കടം മറിച്ച് ഉള്ളതൊക്കെ വിറ്റുപെറുക്കി ലക്ഷങ്ങൾ മുടക്കി ഇസ്രായേലിലേക്ക് വന്നിട്ട് പടയെന്നും പറഞ്ഞിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയില് മനസ്സ് കൈവിട്ടു പോകുന്ന രീതിയിൽ ഓരോരുത്തരും പെട്ട കഥയും നമുക്കറിയാം. ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ആത്മഹത്യക്ക് ശ്രമിച്ച ആൾക്കാരുണ്ട്, ഡിപ്രഷൻ സഹിക്ക വയ്യാതെ. കാരണം അയ്യോ, ഇങ്ങനത്തെ ജോലിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറഞ്ഞില്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ കരുതിയത്, ഞാൻ കണ്ടത് അങ്ങനെയല്ലല്ലോ, ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ കരുതി ഇവിടെ വന്നതിന് ശേഷം കൈയും കാലിട്ട് അടിക്കുന്നതിന് പകരം നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നിനു പകരം ഒരു 9 തവണയെങ്കിലും നിങ്ങൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളുടെ ഇവിടുത്തെ ജോലി അങ്ങനത്തെ ജോലിയാണ്. ഓക്കെ, നമ്മൾ പ്രായം ചെന്നവരെ നോക്കണം. അവരെ നമ്മളുടേതായ എല്ലാ ശ്രദ്ധയും കൊടുത്ത് നമ്മൾ എണ്ണി പൈസ മേടിക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ആത്മാർത്ഥതയോട് കൂടി തന്നെ നമ്മൾ നോക്കണം. നമ്മൾ നമ്മളുടെ ഒരു മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ അവരെ നോക്കണം, ശുശ്രൂഷിക്കണം. അപ്പോൾ നമുക്ക് ഫാമിലിയുടെ നല്ലൊരു ഹെൽപ്പും നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ സാലറിയുടെ കാര്യത്തിലായാലും നല്ലൊരു ഇമ്പ്രൂവ്മെന്റും തീർച്ചയായിട്ടും ഉണ്ടാകും കേട്ടോ. അല്ലാതെ നമ്മൾ സ്വപ്നം കണ്ട് ഓരോരോ സ്വപ്ന ലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ വന്നിട്ട് ജോലിയാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ഇസ്രായേലിലെ കാര്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾക്ക് ഒരു പേഷ്യന്റിനെ തരും നമ്മൾ വരുമ്പോഴേ, അവരുടെ കാര്യങ്ങൾ A to Z നമ്മളാണ് നോക്കേണ്ടതും, നമ്മൾ ആ ജോലിയിൽ നിന്ന് ഇറങ്ങുന്നത് വരേക്കും. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈക്വൽ ശമ്പളം ഇല്ലാത്തത് എന്നുള്ളൊരു കാര്യമാണ് പലരുടെയും സംശയം. എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈക്വൽ ശമ്പളം ഇല്ലാത്തതിന്റെ കാരണം ഇപ്പോ എനിക്ക് തോന്നുന്നു പഴയ എന്നുവെച്ചാല് ഞാനിപ്പോ 9.5 വർഷമായി. അതുപോലെ കുറച്ച് പഴയ ആൾക്കാർ ഉണ്ടല്ലോ. അപ്പോ നമുക്ക് റെഗുലർ ആയിട്ടുള്ള എല്ലാവർക്കും ഒരേപോലത്തെ സാലറി വരുമ്പോൾ കവല അവധിയിൽ നിന്ന് ഒരു നോട്ടീസ് പോലത്തെ സംഭവം തരുമല്ലോ. അപ്പൊ അത് നമ്മൾ ഫാമിലിയെ കാണിക്കും. ആ ഫാമിലിയെ കാണിക്കുന്ന സമയത്ത്
നമ്മളുടെ ജോലിയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഫാമിലിയെ കാണിക്കുന്ന സമയത്ത് അവർ പറയും ഇല്ല ഇല്ല ഇനി ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം അത്രയും പൈസ ഫാമിലി എടുത്തു തരാനായിട്ട് ഒരിക്കലും എല്ലാ ഫാമിലിയും ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, നമുക്ക് ഗവൺമെന്റ് പകുതി ഫാമിലി പകുതി അങ്ങനെയാണ് തരുന്നത്. ചിലർക്കൊരു 75% ഗവൺമെന്റും ബാക്കി 25% ഫാമിലിയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ പറയും ഇത്രയും പൈസ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിയൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് പഴയതായിട്ടുള്ള ആൾക്കാർ ഓക്കെ, കിട്ടുന്നത് തന്നെ നമുക്ക് പുണ്യം എന്ന് കരുതിയിട്ട്, കാരണം നമുക്ക് സാലറി നല്ല സാലറിയാണ് കിട്ടുന്നത്, ഒരിക്കലും അത് മോശപ്പെട്ട ഒരു സാലറി അല്ല, അതിനെ ഒരിക്കലും കുറച്ചും കാണരുത്. അപ്പൊ കിട്ടുന്നത് രണ്ട് കൈ നീട്ടി മേടിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ കുറച്ച് പഴയതായിട്ടുള്ള ആൾക്കാർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ ജോലി കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാർ, പുതിയതായിട്ട് വന്ന കുട്ടികൾ, അവർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അവർ പറയുന്നത് എന്താന്ന് വെച്ചാല് അവൾക്ക് ഇത്രയുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത് എന്നും പറഞ്ഞിട്ട് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിച്ചവർ പിന്നെ ജോലി ഇല്ലാതെ ഇരിക്കുന്നതും ഇപ്പോഴും ചിലരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആയ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. ചിലപ്പോ ഒരു 200-300 ഷെക്കലിന്റെ ഒരു വ്യത്യാസമേ വരുന്നുണ്ടാവത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് നാട്ടിലാണ് ഇരുന്നതെങ്കിൽ നമുക്ക് ഇത്രയും സാലറി കിട്ടുമായിരുന്നു? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങള് ആ ഒരു ജോലിയും വിട്ടിട്ട് പോയി പിന്നെ ജോലിയില്ലാതിരുന്ന് ഡിപ്രഷൻ അടിച്ച് നാട്ടിലെ കടവും ബാധ്യതകളും പിന്നെ കുഞ്ഞുങ്ങളുടെയോ ഭർത്താവിന്റെയോ അമ്മയുടെ അപ്പന്റെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ഡിപ്രഷൻ അടിക്കുന്നതിലും നല്ലതല്ലേ ഉള്ള ജോലി ചെയ്ത് നമ്മൾ സാലറി മാസാമാസം പേടിക്കുന്നത്, അല്ലേ? ഓക്കെ, പിന്നെ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവർക്ക് ഈ ഇവിടത്തെ ഓരോ കാഴ്ചകളും വീഡിയോസും ഫോട്ടോസും ഫുഡൊക്കെ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഇവിടെ വരാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ മെന്റലി ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ഫാമിലി അലോഡ് അല്ല നമുക്ക്, മറ്റുള്ള രാജ്യങ്ങൾ പോലെ അല്ല ഇവിടെ. അപ്പൊ ഒന്നാമത്തത് ഫാമിലി അലോഡ് അല്ല. ഓക്കെ, നമ്മൾ ഇത്രയും കടങ്ങളും ബാധ്യതകളൊക്കെ ആക്കി വെച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഡിപ്രഷൻ അടിച്ച് കടന്നു കഴിഞ്ഞാല് നാട്ടിലെ കടങ്ങളും ബാധ്യതകളും കുന്നുകൂടിയിട്ട് അവസാനം നമ്മൾ മരിക്കേ ഉള്ളൂ നിവൃത്തി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. എല്ലാം മറിഞ്ഞിട്ട് ഒന്നിന് പകരം 9 തവണ ആലോചിച്ചിട്ട് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനുള്ള തീരുമാനം എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടെ വന്നവര് ഇപ്പൊ ഞാൻ തന്നെ ആയാലും എനിക്ക് പാരമ്പര്യമായിട്ടോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കൊരു ഭവനം ആയത്, എന്റെ 2 മക്കളെ പഠിപ്പിക്കാൻ പറ്റിയത് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായതാണ് അതൊക്കെ. അപ്പോ ഒരിക്കലും ഇങ്ങോട്ട് വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുത്ത് എന്താണ് ഇസ്രായേലിലെ ജോലി എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, അപ്പോ ഫസ്റ്റ് കെയർ ടേക്കർ ജോലിയിൽ മാത്രമായിരുന്നു ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുള്ളത്. ഇപ്പൊ ബോയ്സിന് കെട്ടിടം പണിക്കൊക്കെ ഒരുപാട് വേറെ ചാൻസ് ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് കെയർ ടേക്കേഴ്സിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. ഞാനൊരു കെയർ ടേക്കർ ആണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു പേഷ്യന്റിനോടും ആ ഫാമിലിയോടും കൂടി നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ആത്മാർത്ഥത കാണിക്കുക. ഒരിക്കലും നമ്മൾ സ്വന്തം വീടെന്ന് കരുതിയിട്ട് ഒരിക്കലും ജോലി ചെയ്യരുത്. കാരണം വേറൊന്നുമില്ല, നമ്മളിപ്പോ ഈ ഒരു പേഷ്യന്റ് സപ്പോസ് ദൈവത്തിന്റെ കയ്യിലാണ് മനുഷ്യന്റെ കാര്യം, മരണം ഒക്കെ അത് കർത്താവിന്റെ കൈകളിലാണ്. അപ്പോ പേഷ്യന്റ് പെട്ടെന്ന് ഡെത്തായി, അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ട് തലയൊക്കെ പുകഞ്ഞ് ഭ്രാന്തായിട്ട് പിന്നെ നമ്മള് ഹോസ്റ്റലിൽ പോയി നിൽക്കാനും, എന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റിൽ ഓരോരുത്തർ ജോലി നഷ്ടപ്പെടുമ്പോ പോയി നിൽക്കുമല്ലോ, അങ്ങനെ പോയി നിൽക്കുമ്പോൾ മനസ്സമാധാനം ഇല്ല, ഉറക്കമില്ല, ഊണില്ല, അങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ആരോടും, ഈവൻ ഫ്രണ്ട്സിനോടായാൽ പോലും ഒരുപാട് അറ്റാച്ച്മെന്റ് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങൾ ഉണ്ടാകും.
അതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫ്രണ്ട്സ് ഒക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടിരുന്നോളൂ, പോകെ വരെ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷേ അത് ഒരു ലിമിറ്റേഷൻസ് വെക്കുക. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് വെക്കുക. നമ്മളുടെ കുടുംബത്തിനെ ബാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ, നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കാത്ത, നമ്മളുടെ മെന്റലി പ്രോബ്ലംസ് അതിനെ ബാധിക്കാത്ത രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരിക്കലും ഡിപ്രഷനിൽ പോകാനായിട്ട് ഒരു കാരണവും ഒരിക്കലും കാരണമാകരുത്. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോ ഫ്രണ്ട്സ് ഒന്നും വേണ്ട, ചുമ്മാ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കണം, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ്, ഒരു ചെറിയൊരു അകലം പാലിക്കുക. ഒരിക്കലും എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാതെ. കാരണം ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ ജീവിതങ്ങൾ തൊലഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു കുറച്ച് പുതിയതായിട്ട് വന്ന ആൾക്കാരും പഴയ ആൾക്കാരും ഒക്കെ ആയിട്ടായാലും ഒരുപാട് കുടുംബങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകാരായിട്ടൊക്കെ ഇരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് വെക്കുക. എല്ലാവരും നന്നായിട്ട് ജോലി ചെയ്യുക, അവരവരുടെ ഹെൽത്ത് നോക്കുക, എല്ലാം അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരായാലും എല്ലാം ഒന്ന് സൂക്ഷ്മ പരിശോധന ചെയ്തതിന് ശേഷം മാത്രം വരാനായിട്ട് ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകും. തീർച്ചയായിട്ടും എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി, ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. ഞാൻ അതിനുള്ള മറുപടി തരാം. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ അതിന്റെ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആൻഡ് നൈസ് ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.